എല്ലാവർക്കും TDLC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരള PSC അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അതുപോലെ തന്നെ ഓവർസിയർ, ഡ്രാഫ്റ്റ്സ്മാൻ എന്നീ പോസ്റ്റുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് സർവേയിങ്. സോ സർവേയിങ്ങിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് സർവേയിങ്? നമുക്കറിയാം, സർവേയിങ് എന്ന് പറയുന്നത് എന്താണ്? എർത്തിൻ്റെ സർഫസിൽ ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സർവേയിങ് എന്ന് പറയും. നമുക്കൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിലും ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണം? ഓരോ പോയിൻറ്റ്സിൻ്റെയും പൊസിഷൻസ് ലൊക്കേറ്റ് ചെയ്യണം. അങ്ങനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സർവേയിങ് എന്ന് പറയുന്നത്. അപ്പോൾ സർവേയിങ്ങിൽ PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് സർവേയിങ്. ജനറലി സർവേയിങ് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പ്ലെയിൻ സർവേയിങ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ജിയോഡറ്റിക് സർവേയിങ്. പ്ലെയിൻ സർവേയിങ് എന്ന് പറയുന്നത് എന്താണ്? സർവേയിങ്ങിൽ എർത്തിൻ്റെ കർവേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യാതെയാണ് സർവേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്ലെയിൻ സർവേയിങ്. നമുക്കറിയാം, എർത്തിൻ്റെ സർഫസ് എന്ന് പറയുന്നത് ഒരു കർവ്ഡ് സർഫസാണ്. സോ ആ കർവേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യാതെ അതൊരു പ്ലെയിൻ സർഫസ് ആയിട്ട് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് പ്ലെയിൻ സർവേയിങ്. ഒരുവിധം വർക്കുകൾക്കെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലെയിൻ സർവേയിങ് ആണ്. പക്ഷേ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു മേജർ പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അത്തരം പ്രൊജക്ട്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ജിയോഡറ്റിക് സർവേയിങ് ആയിരിക്കും. പക്ഷേ നോർമൽ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലെയിൻ സർവേയിങ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്ന ആംഗിൾസ് എല്ലാം തന്നെ എന്തായിരിക്കും? പ്ലെയിൻ ആംഗിൾസ് ആയിരിക്കും. പ്ലെയിൻ ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നോർമലി നമ്മൾ രണ്ട് ലൈൻസ് മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന ആംഗിൾസ് എന്താണ്? പ്ലെയിൻ ആംഗിൾസ് ആണ്. ബട്ട് ദ ലൈൻസ് ആർ കർവ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് തമ്മിൽ ഫോം ചെയ്യുന്ന ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? സ്ഫിറോയിഡൽ ആംഗിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ഫെറിക്കൽ ആംഗിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്ന ആംഗിൾസ് എല്ലാം തന്നെ പ്ലെയിൻ ആംഗിൾസ് ആയിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, മേജർ വർക്കുകൾ അതുപോലെ തന്നെ ഒരുപാട് ഏരിയാസ് കവർ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന് ജിയോഡറ്റിക് സർവേ യൂസ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ ഒരു ബെഞ്ച് മാർക്ക് എത്രയാണ്? അതായത് 250 കിലോമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 260 സ്ക്വയർ കിലോമീറ്റർ വരെ ഏരിയയുള്ള വർക്കുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലെയിൻ സർവേയിങ് ആണ്. ആക്ച്വലി അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 സ്ക്വയർ മൈൽസ് ആണ്. ഇപ്പം മിക്കപ്പോഴും PSC ആൻസർ കീയിൽ 250 അല്ലെങ്കിൽ 260 ആണ് കണ്ടുവരുന്നത്. അപ്പം ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഓപ്ഷൻ നമുക്കതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ 100 സ്ക്വയർ മൈലാണ് ഏരിയ എന്നുണ്ടെങ്കിൽ അതുവരെയുള്ള ഏരിയാസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സർവേ പ്ലെയിൻ സർവേയിങ് ആണ്. അതിൻ്റെ കാരണമാണ് നെക്സ്റ്റ് പോയിൻ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ പ്ലെയിൻ ട്രയാങ്കിൾ ആൻഡ് ദ സം ഓഫ് ദ ആംഗിൾസ് ഇൻ എ സ്ഫെറിക്കൽ ട്രയാങ്കിൾ ഡിഫേഴ്സ് ബൈ 1 second ഫോർ എ ട്രയാങ്കിൾ ഓൺ ദ എർത്ത് സർഫസ് ഹാവിങ് എൻ ഏരിയ ഓഫ് 196 കിലോമീറ്റർ സ്ക്വയർ. ഇതിൻ്റെ മീനിങ് എന്താണെന്നുണ്ടെങ്കിൽ 196 കിലോമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന ഒരു റീജിയൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലാൻഡ്, അവിടെ നമ്മൾ സർവേ ചെയ്യുമ്പം പ്ലെയിൻ ട്രയാങ്കിൾസ് ആണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ പ്ലെയിൻ സർവേ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾസ് എല്ലാം തന്നെ പ്ലെയിൻ ട്രയാങ്കിൾസ് ആണ്, നോർമൽ ട്രയാങ്കിൾസ് ആണ് എന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ ആംഗിൾസുകളെല്ലാം തന്നെ ആഡ് ചെയ്താൽ കിട്ടുന്ന സമ്മും, അവിടെ നമ്മൾ ജിയോഡറ്റിക് സർവേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ഫെറിക്കൽ ആംഗിൾസിൻ്റെ സമ്മും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഓൺലി 1 second, അതായത് 1 സെക്കൻഡ് മാത്രമാണ് അവിടെ ഉണ്ടാകുന്ന വ്യത്യാസം. സപ്പോസ് നമുക്ക് കിട്ടുന്ന ആംഗിൾ ഒരു 170 ഡിഗ്രി ആണ് പ്ലെയിൻ ആംഗിൾ എന്നുണ്ടെങ്കിൽ, സ്ഫെറിക്കൽ ആംഗിളിൽ അത് 170 ഡിഗ്രി 1 സെക്കൻഡ് വ്യത്യാസം മാത്രമേ അവിടെ ഉണ്ടാവുന്നുള്ളൂ. സോ ഓൺലി 1 സെക്കൻഡിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ അവിടെ ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ബെഞ്ച് മാർക്ക് വെച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് 250 കിലോമീറ്റർ സ്ക്വയർ വരെ പ്ലെയിൻ സർവേയിങ്ങും അതുപോലെ തന്നെ ജിയോഡറ്റിക് സർവേയിങ്ങും യൂസ് ചെയ്യുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം അവിടെ ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്ലെയിൻ സർവേ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഏരിയ കൂടുന്തോറും ഉണ്ടാവുന്ന ഇററിൻ്റെ വ്യത്യാസം കുറച്ചുകൂടി കൂടും, ഇറർ അക്യുമുലേഷൻ കൂടും. അതുകൊണ്ട് തന്നെ അത്തരം
പ്രൊജക്ട്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ജിയോഡറ്റിക് സർവേ യൂസ് ചെയ്യാവുന്നതാണ്. സോ വാട്ട് ഈസ് ജിയോഡറ്റിക് സർവേ? എർത്തിൻ്റെ കർവേച്ചർ, എർത്തിൻ്റെ സർഫസിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്യുന്ന സർവേയിങ്ങിനെയാണ് ജിയോഡറ്റിക് സർവേയിങ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ പ്ലെയിൻ സർവേയിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരിക്കും. കാരണം മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ പോലും ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾസ് ഒരിക്കലും പ്ലെയിൻ ട്രയാങ്കിൾസ് ആവില്ല. അതെന്ത് ട്രയാങ്കിൾസ് ആയിരിക്കും? സ്ഫെറിക്കൽ ട്രയാങ്കിൾസ് ആയിരിക്കും. കാരണം ഓരോ ലൈനും സ്ഫെറിക്കൽ ഷേപ്പിൽ കിട്ടുന്ന ലൈൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആംഗിൾ സ്ഫെറിക്കൽ ട്രയാങ്കിൾസ് ആയിരിക്കും. സോ ദിസ് ടൈപ്പ് ഓഫ് സർവേയിങ് ഈസ് യൂസ്ഡ് വെൻ ദ ഏരിയ ഈസ് മോർ ദാൻ 250 ഓർ 260 സ്ക്വയർ കിലോമീറ്റർ. ഓക്കെ, അതിൽ ഓപ്ഷനിൽ ഏതാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് 250 വി ക്യാൻ ചൂസ് 250 സ്ക്വയർ കിലോമീറ്റർ. ഇഫ് ഇറ്റ് ഈസ് 260 വി ക്യാൻ ചൂസ് 260 സ്ക്വയർ കിലോമീറ്റർ. നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാൻ ആൻഡ് മാപ്പ്. എന്താണ് പ്ലാനും മാപ്പും തമ്മിലുള്ള വ്യത്യാസം? പ്ലാൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ചെറിയൊരു റീജിയൻ്റെ ഡ്രോയിങ്ങിനെയാണ് നമ്മൾ പ്ലാൻ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ലാൻഡ് സർവേ ചെയ്തതിന് ശേഷം അവിടുത്തെ ഫീച്ചേഴ്സ് ഡ്രോയിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ആ ഒരു ഡ്രോയിങ്ങിനെയാണ് പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു ലാർജ് ഏരിയയുടെ ജിയോഗ്രഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വലിയൊരു കൺട്രിയുടെയോ അല്ലെങ്കിൽ വലിയൊരു പ്രദേശത്തെയോ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണമെങ്കിൽ അവിടെ മാപ്പാണ് നമുക്ക് ഉപയോഗപ്പെടുക. പക്ഷേ പ്ലാൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സ്മോൾ റീജിയനിലെ ഡീറ്റെയിൽസ് മാത്രമായിരിക്കും അതിലുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ പ്ലാനിൻ്റെ സ്കെയില് ലാർജും മാപ്പിൻ്റെ സ്കെയില് സ്മോൾ ആയിരിക്കും. സപ്പോസ് 1:100 ആണ് ഒരു സ്കെയില്. അനദർ സ്കെയിൽ എന്ന് പറയുന്നത് 1:1000 ആണെങ്കിൽ ഇതിൽ 1:100 ആണ് ലാർജ് സ്കെയിൽ. കാരണം അവിടെ 100 സെൻറ്റിമീറ്റർ, ഗ്രൗണ്ടിലെ 100 സെൻറ്റിമീറ്റർ നമ്മൾ പേപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 സെൻറ്റിമീറ്റർ ആണ് ആവുന്നത്. എന്നാൽ 1:1000 സ്കെയിലാണെങ്കിലോ 1000 സെൻറ്റിമീറ്ററിനെയാണ് നമ്മൾ 1 സെൻറ്റിമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് അത്രയും വലിയൊരു ക്വാണ്ടിറ്റീനെ അത്രയും ചെറുതാക്കിയിട്ടാണ് നമ്മളവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്കെയില് സ്മോൾ ഫോർ മാപ്പ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമുക്ക് 1:100 ഒരു മാപ്പ് വരയ്ക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ലാർജർ സ്കെയിൽസ് ആയിരിക്കും. 1:10,000 1:20,000 ഒക്കെ ആയിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്ന സ്കെയിൽസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് അത്രയും ഫീച്ചേഴ്സും അത്രയും ഏരിയാസും നമുക്ക് അവിടെ കവർ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ പ്ലാനിൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഏരിയ മാത്രമായിരിക്കും, നമുക്ക് ഒരു ചെറിയ ഏരിയയുടെ ഡ്രോയിങ്സ് മാത്രമായിരിക്കും നമുക്ക് അവിടെ പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാൻ സ്കെയില് ലാർജ് ആയിരിക്കും, മാപ്പ് സ്കെയിൽ സ്മോൾ ആയിരിക്കും. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവേയിങ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവേയിങ് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫീൽഡ് ഡാറ്റ, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഡാറ്റാസ് കളക്ട് ചെയ്യാനും ചെയ്യുന്നതാണ് സർവേയിങ്. അതുകൂടാതെ നമുക്ക് പ്ലാൻ അല്ലെങ്കിൽ മാപ്പ് ഓഫ് ദ ഏരിയ ടു ബി സർവേഡ് ഹാസ് ടു ബി പ്രിപ്പയർഡ്. അതായത് ഏത് ഏരിയയുടെ ആണോ നമ്മൾ സർവേ ചെയ്യുന്നത് അതിൻ്റെ മാപ്പ് അല്ലെങ്കിൽ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്നതും ഒരു പ്രൈമറി ഒബ്ജക്റ്റീവാണ്. സോ സർവേയിങ്ങിൻ്റെ ഒബ്ജക്റ്റീവിൽ ടു പ്രിപ്പയർ പ്ലാൻ ആൻഡ് മാപ്പ്, ടു പ്രിപ്പയർ ദ റിലേറ്റീവ് ഓർ ടു ഫൈൻഡ് ഔട്ട് ദ റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് ദ ഒബ്ജക്ട്സ് ആൻഡ് ടു കളക്ട് ദ ഫീൽഡ് ഡാറ്റ. ഇതെല്ലാം ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവേയിങ് ആണ്. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ്. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ്? മിക്കവാറും PSC എക്സാംസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ് എന്നുള്ളത്. നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് സർവേയിങ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു കൺസെപ്റ്റിൻ്റെ ബേസിൽ മാത്രമായിരിക്കും നമുക്ക് സർവേയിങ് ചെയ്ത് കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തിൻ്റെ ബേസിക്സിലാണ് നമ്മൾ സർവേയിങ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്ത്? പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ്. സർവേയിങ് ചെയ്യുന്നത് 2 പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതേതൊക്കെയാണ്? അതിൽ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട്. ഇതിൽ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പെർട്ടിക്കുലർ സർവേ ചെയ്യുമ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ലാർജ് ഏരിയനെ നമ്മൾ സർവേ ചെയ്തതിന് ശേഷം ചെറിയ ഏരിയാസായിട്ട് അതിനെ സബ് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. ദെൻ നമ്മൾ ഈ ഇന്നറിലോട്ട് എത്തും, ദാറ്റ് ഈസ് ബിഗ്ഗർ ടു സ്മോൾ. വലിയൊരു ഏരിയനെ സർവേ ചെയ്തുകൊണ്ട് ചെറിയൊരു ഏരിയയിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സാണ് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട്.
നേരെ മറിച്ച് നമ്മൾ ചെറിയൊരു ഏരിയ സർവേ ചെയ്ത് എല്ലാ ഏരിയാസും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലാർജ് ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ ഇറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു കേരള സ്റ്റേറ്റിൻ്റെ സർവേ ചെയ്യുകയാണ്. സർവേ ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റിൻ്റെ സർവേ ചെയ്ത് ഓരോ ഡിസ്ട്രിക്റ്റ് വൈസ്, ഓരോ സിറ്റി, ഓരോ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിങ്ങനെ സബ് ഡിവൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇറേഴ്സ് കുറച്ചുകൂടി മൈനറായിരിക്കും. എന്നാൽ നമ്മൾ ഒരു പഞ്ചായത്ത് വൈസ് എടുത്തിട്ട് പിന്നീട് സിറ്റിയിലേക്ക്, പിന്നീട് ഡിസ്ട്രിക്റ്റിലേക്ക്, പിന്നീട് സ്റ്റേറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓരോ ഏരിയയിലും വരുന്ന ഇറേഴ്സ് അക്യുമുലേറ്റ് ചെയ്ത് ഒരു ലാർജ് നമ്പർ ഓഫ് ഇറേഴ്സ് ആയിരിക്കും അവിടെ ഒക്കർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ടാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള മെത്തേഡ്. സോ ഇറർ അക്യുമുലേഷൻ അവിടെ കുറവായിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഈസ് ടു ലൊക്കേറ്റ് എ ന്യൂ സ്റ്റേഷൻ ബൈ അറ്റ്ലീസ്റ്റ് 2 മെഷർമെൻറ്റ്. നമുക്ക് 2 മെഷർമെൻറ്റ്സ് അറിയാമെന്നുണ്ടെങ്കിൽ തേർഡ് പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ നമുക്കറിയാവുന്ന 2 പോയിൻറ്റ്സാണ് PQ. നമുക്ക് 6 എന്ന് പറഞ്ഞ പോയിൻ്റാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ PQ എന്നുള്ള ഡിസ്റ്റൻസും 6ലേക്കുള്ള ഓഫ്സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ലാറ്ററൽ മെഷർമെൻ്റ് ആണ്. ഒരു ബേസ് ലൈനിൽ നിന്ന് ലാറ്ററലി നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റിനെയാണ് ഓഫ്സെറ്റ് എന്ന് പറയാം. അപ്പം സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ PQ എന്നുള്ള ഒരു ഡിസ്റ്റൻസും SR എന്നുള്ള ഓഫ്സെറ്റും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് 6ൻ്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അനദർ മെത്തേഡ് എന്ന് പറയുന്നത് PQ എന്ന ഡിസ്റ്റൻസ് നമുക്ക് നോൺ ആണ്, ക്യൂവിൽ നിന്ന് 6ലേക്കുള്ള ആംഗിളും നോൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 6 എന്നുള്ള പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യാം. അതുപോലെ 2 ആംഗിൾസ് വെച്ചിട്ടും 2 ഡിസ്റ്റൻസ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം? 6 എന്നുള്ള പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യാം. സോ അറ്റ്ലീസ്റ്റ് 2 മെഷർമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് തേർഡ് പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ പോയിൻ്റ് ഓഫ് PSC exam. Okay. Next one is classification of surveying. സർവേയിങ് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി ഡിവിഷൻ ഞാൻ പറഞ്ഞു ജിയോഡറ്റിക് ആൻഡ് പ്ലെയിൻ സർവേയിങ് ആണ്. അത് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്തിട്ടുള്ള 2 ക്ലാസിഫിക്കേഷൻസ് ആണ്. ഇനി വരുന്നത് കുറച്ച് സബ് ഡിവിഷൻസ് ആണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ഫീൽഡ് സർവേ. എവിടെയാണോ നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യുന്നത് ആ ഫീൽഡിൻ്റെ നേച്ചർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? അതിനെ കുറച്ച് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ലാൻഡ് സർവേയിങ്. ലാൻഡിൽ ചെയ്യുന്ന സർവേയിങ്ങിനെയാണ് ലാൻഡ് സർവേയിങ് എന്ന് പറയുന്നത്. അതിൽ തന്നെ 3 സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ടോപ്പോഗ്രാഫിക്കൽ സർവേ. ടോപ്പോഗ്രാഫിക്കൽ സർവേ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ നാച്ചുറൽ ഫീച്ചേഴ്സ്, മെയിനായിട്ട് നാച്ചുറൽ ഫീച്ചേഴ്സ് സർവേ ചെയ്യാനും അതിൻ്റെ പൊസിഷൻസ് ലൊക്കേറ്റ് ചെയ്യാനുമായിട്ട് ചെയ്യുന്നതാണ് ടോപ്പോഗ്രാഫിക്കൽ സർവേ. അതായത് റിവേഴ്സ്, സ്ട്രീംസ്, ഹിൽസ് തുടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഫീച്ചേഴ്സ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്ന സർവേയാണ് ടോപ്പോഗ്രാഫിക്കൽ സർവേ. ദെൻ കഡസ്ട്രൽ സർവേ എന്ന് പറയുന്നത് എന്താ? നമുക്കിപ്പം 2 പ്ലോട്ടുകൾ തമ്മിലുള്ള അതിർത്തി അല്ലെങ്കിൽ അതിൻ്റെ ബൗണ്ടറി ലൊക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ചെയ്യുന്നതാണ് കഡസ്ട്രൽ സർവേ. അതുപോലെ തന്നെ ലാൻഡ് ഏരിയയുടെ കാൽക്കുലേഷൻ, ലാൻഡ് പ്രോപ്പർട്ടീസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് സർവേ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സർവേയിങ് ആണ് കഡസ്ട്രൽ സർവേ എന്നുള്ളത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് സിറ്റി സർവേയിങ്. സിറ്റി സർവേയിങ് എന്ന് പറയുമ്പോൾ ഒരു സിറ്റിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സർവേ ചെയ്യുന്നതാണ് സിറ്റി സർവേയിങ്. ദാറ്റ് ഈസ് വാട്ടർ സപ്ലൈ സിസ്റ്റം, സീവറേജ് സിസ്റ്റം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, സ്ട്രീറ്റ്സ്, ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സർവേ ചെയ്യുന്നതിനെയാണ് സിറ്റി സർവേയിങ് എന്ന് പറയും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് മെറൈൻ ഓർ ഹൈഡ്രോഗ്രഫിക് സർവേ. മെറൈൻ അല്ലെങ്കിൽ ഹൈഡ്രോഗ്രഫിക് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്. നമ്മൾ വാട്ടർ ബോഡീസിനെയാണ് ഇവിടെ സർവേ ചെയ്യുന്നത്. നേരത്തെ ലാൻഡിലായിരുന്നു സർവേയിങ് ചെയ്തിരുന്നത്, പക്ഷേ ഇവിടെ വാട്ടർ ബോഡീസിനെയാണ് നമ്മൾ സർവേയിങ് ചെയ്യുന്നത്. നാവിഗേഷൻ പർപ്പസിനും അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ പർപ്പസിനും ഹാർബർ വർക്ക്സിനൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താ? മറൈൻ അല്ലെങ്കിൽ ഹൈഡ്രോഗ്രഫിക് സർവേയിങ് ആണ്. ലാൻഡിൽ ചെയ്യുന്ന മെത്തേഡ്സ് വെച്ചിട്ടാവണം എന്നില്ല ഹൈഡ്രോഗ്രഫിക് സർവേ ചെയ്യുന്നത്. അത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മളൊരു ക്ലാസിഫിക്കേഷനായിട്ട് ഇതിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്.
ദെൻ തേർഡ് വൺ ഈസ് അസ്ട്രോണമിക്കൽ സർവേ, അതായത് ഹെവൻലി ബോഡി, സ്റ്റാർസ്, സൺ, സോളാർ സിസ്റ്റം, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സർവേയിങ്ങിനെയാണ് അസ്ട്രോണമിക്കൽ സർവേയിങ് എന്ന് പറയാം. നമ്മൾ അസ്ട്രോണമിക് സർവേ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സെനീത്ത്, നാദർ, സെലസ്റ്റിയൽ സ്ഫിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ റിലേറ്റഡ് ടു ഹെവൻലി ബോഡീസ് ആണ്. അത് ലാൻഡ് സർവേയിങ്ങിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഒബ്ജക്റ്റ് ഓഫ് സർവേ. ഒബ്ജക്റ്റ് ഓഫ് സർവേ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സർവേ ചെയ്യുന്നത് അത് വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് എഞ്ചിനീയറിംഗ് സർവേ. എഞ്ചിനീയറിംഗ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് വർക്ക്സിന് വേണ്ടിയിട്ട് എന്തൊക്കെയായിരിക്കും? റിസർവോയേഴ്സ്, ഡാംസ്, റോഡ്സ്, സീവേജ് ഡിസ്പോസൽ, വാട്ടർ സപ്ലൈ സിസ്റ്റം, ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സർവേ ആണ് എഞ്ചിനീയറിംഗ് സർവേ. എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സർവേ ആണ് എഞ്ചിനീയറിംഗ് സർവേ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മിലിറ്ററി സർവേ, അതായത് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യാനും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കുമായി ചെയ്യുന്നതാണ് മിലിറ്ററി സർവേ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മൈൻ സർവേ. മൈൻ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനറൽ വെൽത്ത് കണ്ടുപിടിക്കാനും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കുമായിട്ട് യൂസ് ചെയ്യുന്നതാണ് മൈൻ സർവേ. ദെൻ ജിയോളജിക്കൽ സർവേ, എർത്തിൻ്റെ ക്രസ്റ്റിൽ ഓരോ ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ് ആയിട്ടാണ് ജിയോളജിക്കലി എർത്തിൻ്റെ ക്രസ്റ്റ് വരുന്നത്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സർവേനെയാണ് ജിയോളജിക്കൽ സർവേ എന്ന് പറയുന്നത്. അതായത് എർത്ത് ക്രസ്റ്റിലുള്ള ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ്, ഓരോ ലെയേഴ്സിനെയും കുറിച്ച് സർവേ ചെയ്യുന്നതാണ് ജിയോളജിക്കൽ സർവേ. ദെൻ ആർക്കിയോളജിക്കൽ സർവേ, അതായത് ആർക്കിയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആർക്കിയോളജിക്കൽ സർവേ. ഓക്കെ, പുരാതനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പുരാതനമായിട്ടുള്ള ഫോസിൽ ഫ്യൂവൽസ് അങ്ങനെയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സർവേ ചെയ്യുന്നതിനാണ് ആർക്കിയോളജിക്കൽ സർവേ യൂസ് ചെയ്യുന്നത്. ദെൻ തേർഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻറ്റ്സ്. നമുക്കറിയാം ഓരോ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സും നമ്മൾ സർവേയിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്. ആ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ടൈപ്സ് വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ. സോ അതിൽ വരുന്നതാണ് ചെയിൻ സർവേ, തിയോഡലൈറ്റ് സർവേ, പ്ലെയിൻ ടേബിൾ സർവേ, ട്രാവേഴ്സ് സർവേ, ദാറ്റ് ഈസ് കോമ്പസ് സർവേ. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവേ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വരുന്നത് കുറച്ച് മൈനറായിട്ടുള്ള കുറച്ച് സർവേയിങ് ടൈപ്സുകളാണ്. റെക്കഗ്നൈസൻസ് സർവേ, നമ്മൾ ഒരു പ്ലോട്ട് സർവേ ചെയ്യുന്നതിനേക്കാൾ മുന്നേ നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ ഫീസിബിലിറ്റി, അവൈലബിലിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇതെല്ലാം നമ്മൾ സ്റ്റഡി ചെയ്യും. അങ്ങനെ സൈറ്റ് കണ്ടീഷൻസ് സ്റ്റഡി ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് സർവേ ആണ് റെക്കഗ്നൈസൻസ് സർവേ. ദെൻ പ്രിലിമിനറി സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടു കളക്ട് adequate data to prepare plan or map of the area to be used for planning and design. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു ലൊക്കേഷനിലെ adequate ഡാറ്റ പ്രിപ്പയർ ചെയ്യാനും അതിൻ്റെ പ്ലാനും മാപ്പും അതുപോലെ തന്നെ അതർ ഡ്രോയിങ്സും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പ്രിലിമിനറി സർവേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബെസ്റ്റ് ലൊക്കേഷൻ ചൂസ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് പ്രിലിമിനറി സർവേ ചെയ്യാം. ദെൻ ലാസ്റ്റ് വൺ ഈസ് ലൊക്കേഷൻ സർവേ. ലൊക്കേഷൻ സർവേ എന്ന് പറയുന്നത് ഈ സ്റ്റഡി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലൈൻ നമുക്ക് അവിടെ സെറ്റ് ഔട്ട് ചെയ്യാനായിട്ട് ചെയ്യുന്ന ആ ഒരു സർവേ ആണ് ലൊക്കേഷൻ സർവേ. സോ ആക്ച്വലി സെറ്റ് ഔട്ടിംഗ് വർക്കിനെയാണ് നമ്മൾ ലൊക്കേഷൻ സർവേ എന്ന് പറയുന്നത്. സോ ഫൈനൽ സ്റ്റെപ്പാണ് ലൊക്കേഷൻ സർവേ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള കുറച്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കായിട്ട് ഷെയർ ചെയ്യുക. TDLC അക്കാദമി പുതുതായി ആരംഭിക്കുന്ന PSC ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.